ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ലെനോവോ A5ൻ്റെ റിവ്യൂ ചെയ്യാൻ പോവല്ല, ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ പറ്റിയിട്ട് പറയാൻ പോവാണ്. അപ്പോൾ ഈ ലെനോവോ A5 എനിക്ക് ഫ്ലിപ്കാർട്ടിന് 5500 രൂപയ്ക്ക് കിട്ടി. ഒരു ഡീലുണ്ടായിരുന്നു. ഇതിൻ്റെ ശരിക്കത്തെ വില 6500 രൂപയ്ക്കാണ്. ഫെസ്റ്റിവൽ സെയിലൊന്നും ഇല്ലാത്ത സമയത്ത്. ഇപ്പോൾ എനിക്ക് 5500 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ ഈ ഫോൺ മേടിക്കേണ്ട ഉദ്ദേശം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, ലെനോവോയുടെ ഫോൺ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ ലെനോവോ ഫോണിൽ A5 നമുക്ക് 4000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്, 3 GB റാം കിട്ടുന്നുണ്ട്. പിന്നെ മീഡിയടെക്കിൻ്റെ ഒരു പ്രൊസസ്സറാണ്, അതൊരു ഭയങ്കര വീക്കായ പ്രൊസസ്സറാണ്. അപ്പോൾ ഈ ഫോണിൽ നിങ്ങൾക്ക് ഗെയിമും പബ്ജിയും അങ്ങനത്തെ ഗെയിമൊന്നും നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയ സബ്വേ സർഫറോ ടെമ്പിൾ റണ്ണോ ടോക്കിംഗ് ടോമോ അങ്ങനത്തെ ചെറിയ ചെറിയ ഗെയിംസൊക്കെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുള്ളൂ ഈ ഫോണിൽ. അതുകൊണ്ട് വലിയ എക്സ്പെക്റ്റേഷൻസ് വെക്കേണ്ട. പിന്നെ ഇപ്പോൾ ഇതിൽ ക്യാമറ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് 13 MP ബാക്ക് ക്യാമറ കിട്ടുന്നുണ്ട് വിത്ത് സിംഗിൾ LED ഫ്ലാഷ്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 8 MP ഒരു LED ഫ്ലാഷും കിട്ടുന്നുണ്ട്. പിന്നെ പിന്നിലൊരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കിട്ടുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല ഈ ഫോണിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഭയങ്കര സ്ലോ ആണ്. ഒരു 2 to 3 seconds പിടിക്കും ഫോണൊന്ന് ഓൺ ആവാൻ വേണ്ടിയിട്ട് ഫിംഗർ പ്രിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ. അതേമാതിരി ഫേസ് റെക്കഗ്നൈസേഷനും ഉണ്ട് ഇതിൽ. ഫേസ് റെക്കഗ്നൈസേഷൻ ഫിംഗർ പ്രിൻ്റായിട്ടും കുറച്ച് ഫാസ്റ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങളത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വെക്കാതെ ഫേസ് റെക്കഗ്നൈസേഷൻ വെച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും. പിന്നെ ഇതിൻ്റെ ക്യാമറ നമുക്ക് നോക്കാം. ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർഫേസ് ഇതുമാതിരിയാണ്. ഇതിൽ ഒരു AI പറഞ്ഞിട്ടൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. AI ഫീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻവയറമെൻറ്റിൻ്റെ അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ക്യാമറ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അനുസരിച്ച് ലൈറ്റ് കൊടുത്തിട്ട് ഫോട്ടോ എടുക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ AI ഡിസേബിൾ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. അതേമാതിരി AI എനേബിൾ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറച്ചുകൂടി വെളിച്ചം കിട്ടിയിട്ടുണ്ട് ഇതിൽ AI ഇട്ടിട്ട്. അതേമാതിരി നിങ്ങൾക്ക് കുറേ ഫിൽറ്റേഴ്സ് കിട്ടും ഇവിടെ, കണ്ടില്ലേ? ഇതേമാതിരി കുറേ ഫിൽറ്റേഴ്സ് ഇട്ട് ഓൾഡ് ഫോട്ടോ, ഫ്ലാഷായി, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കൂൾ കളർ, അങ്ങനത്തെ കുറേ ഫിൽറ്റേഴ്സും കിട്ടുന്നുണ്ട്. അതേമാതിരി നിങ്ങൾക്ക് ഇതിൽ 1080 ഫുൾ HD വീഡിയോ റെക്കോർഡ് ചെയ്യുക. ഇതിൽ 5.5 inch ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇതിൻ്റെ ബാറ്ററിയാണ്. ഇതിൽ 4000 mAh ബാറ്ററി ഉണ്ട്. 1.5 days ഈസി ആയിട്ട് ഇത് നടക്കും. പിന്നെ ഇതിൻ്റെ ക്യാമറ പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ ഇത് ധാരാളമാണ്. പക്ഷേ ശരിക്കും ഒരു നല്ലൊരു ഫോട്ടോ കിട്ടണമെങ്കിൽ അത്രയ്ക്ക് പോരാ ഇതിൻ്റെ ക്യാമറ. ഇപ്പോൾ കുറേ പേര് പറയും ഇതിൻ്റെ ക്യാമറ നല്ലതാണ്. ഓക്കെ, ഇതിൻ്റെ ക്യാമറ ഒക്കെ നല്ലതാണ് ഫോർ ദ പ്രൈസ്. ബിക്കോസ് നമ്മൾ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാണുമ്പോൾ കുറച്ച് ഭംഗിയുണ്ടാവും. അതേസമയം നമ്മളിത് ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ ഇട്ട് കഴിഞ്ഞാൽ, വലിയ സ്ക്രീനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലാരിറ്റി അങ്ങോട്ട് കുറയും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതേമാതിരി നമുക്ക് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ ബ്ലോട്ട്വെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 5-6 ഗെയിംസും പിന്നെ കുറേ ആപ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ഫോണിൽ നിങ്ങൾ അധികം ആപ്സ് കയറ്റുകയാണെങ്കിൽ ഈ ഫോൺ ഭയങ്കര സ്ലോ. മൾട്ടി ടാസ്കിങ്ങിൽ ഈ ഫോണ് ഭയങ്കര സ്ലോ ആണ്. കണ്ടില്ലേ, ഒരു പേജൊക്കെ ലോഡാവണമെങ്കിൽ, ഒരു ഗൂഗിൾ ക്രോം ലോഡാവാനൊക്കെ കുറച്ച് നേരം പിടിക്കുന്നുണ്ട്. അതേസമയം സെറ്റിങ്സിൽ ഇങ്ങനത്തെ ഒക്കെ ലോഡാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 3 GB റാം ഉണ്ടായിട്ടും. പിന്നെ എൻ്റെ മീഡിയടെക് പ്രൊസസ്സർ ഭയങ്കര വീക്കുള്ള പ്രൊസസ്സറാണ്. അതുകൊണ്ട് അധികം ആപ്സ് കയറ്റാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ ഫോൺ ആർക്ക് വേണ്ടി. പിന്നെ ഇതിൽ വേറെ ഒരു കാര്യം കൂടി എനിക്ക് ഇഷ്ടമായില്ലേ, ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ബ്ലോട്ട്വെയർ അധികമായുള്ള കാരണമാണ് നമ്മൾ ഫോൺ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുമ്പോൾ ഇവിടെ സ്ക്രീനിൽ ചിലപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണാം. ഞാൻ വിചാരിച്ചു ബ്ലോട്ട്വെയറിൻ്റെ കാരണമാണ്. അതുകൊണ്ട് എല്ലാം ബ്ലോട്ട്വെയർ അൺഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ടും ഇതിൽ ആ ആഡ് വരുന്നുണ്ട്. അതെന്താണ് കാരണം എന്ന് എനിക്കറിയണില്ല. ഫോർമാറ്റ് ചെയ്തു എന്നിട്ടും ഈ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ ആർക്ക് വേണ്ടിയിട്ടാണ്? ഫസ്റ്റ് ടൈം ആൻഡ്രോയിഡ് യൂസേഴ്സ്, നിങ്ങളുടെ അച്ഛനമ്മയ്ക്ക് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ അങ്കിളിന് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫോൺ നല്ലതാണ്. ആദ്യം ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോണ് മേടിക്കാം. ക്യാമറ ക്വാളിറ്റി, ഗെയിമിംഗ് എക്സ്പീരിയൻസ്, ക്യാമറ ക്വാളിറ്റി ഓക്കെ ഫോർ ദ പ്രൈസ്, ഇറ്റ്സ് ഓക്കെ. ബട്ട് ഇതിൻ്റെ ക്യാമറ ഇതിൻ്റെ പെർഫോമൻസ് ഭയങ്കര
കുറവാണ് ഈ മീഡിയടെക് പ്രോസസ്സർ കാരണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മേടിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ 5500 രൂപയ്ക്ക് കുഴപ്പമില്ല എന്ന് പറയാം. അത്രയ്ക്ക് ബെസ്റ്റ് ഫോണാണ്. 5500 രൂപയ്ക്ക് പിന്നെ എന്താ കിട്ടുക അല്ലേ? 5500 രൂപയ്ക്ക് ഓക്കെ ഫോണാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.